ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നന്ദിയോടെ അവനെ സ്തുതിക്കാം. നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു വലിയ വിജയം നേടിയെടുക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട്. കഠിനമായി അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെ പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പരാജയത്തിന് കാരണം പലപ്പോഴും നമ്മുടെ കഴിവിൻ്റെ കുറവല്ല, മറിച്ച് ദിവസവും നമ്മൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 4:24. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ചില ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കേൾക്കുന്നവർക്ക് അധികമായി കിട്ടും എന്ന്. ചുറ്റുമുള്ള അനാവശ്യ ശബ്ദങ്ങളെയും ചിന്തകളെയും മാറ്റി നിർത്തി നമ്മുടെ ശ്രദ്ധയെ എങ്ങനെ വിജയത്തിലേക്ക് തിരിക്കാമെന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ജീവിത തത്വമാണിത്. ഗലീല കടലിൽ ഒരു പടകിലിരുന്ന് യേശുക്രിസ്തു തന്റെ പ്രസിദ്ധമായ വിധക്കാരന്റെ ഉപമ പറഞ്ഞതിന് ശേഷമുള്ള സാഹചര്യമാണിത്. ജനക്കൂട്ടമെല്ലാം പോയ ശേഷം യേശു തന്റെ ശിഷ്യന്മാരെ മാത്രം അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാനുള്ള രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടുകാലത്തെ ചിന്തകളിൽ ധാന്യങ്ങളും എണ്ണയും അളക്കാൻ പ്രത്യേക പാത്രങ്ങളുണ്ടായിരുന്നു. ഒരു വ്യാപാരി മറ്റൊരാൾക്ക് എത്രത്തോളം ഉദാരമായി അളന്നു കൊടുക്കുന്നുവോ അതേ അളവിൽ തന്നെയാണ് അവനും തിരിച്ച് ലഭിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിലെ കാഴ്ചയെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിൽ വലിയൊരു ജാഗ്രത പുലർത്തുക. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരൻ, ഈ വചനം നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ നൽകുന്ന ശ്രദ്ധയുടെ അളവനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിർണയിക്കപ്പെടും. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചോളൂ. ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സോഷ്യൽ മീഡിയയുടെയും നെഗറ്റീവായ വാർത്തകളുടെയും നമ്മുടെ മനസ്സിലേക്ക് വലിച്ച് കയറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്. അനാവശ്യമായ ഗോസിപ്പുകൾക്കും നിരാശപ്പെടുത്തുന്ന വാക്കുകളും മാത്രമാണ് ഇന്നും നമുക്ക് രാവിലെ തന്നെ കേൾക്കാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ആദ്യം കേൾക്കുന്നത്. ഓർക്കുക, നമ്മുടെ ചെവികൾ നമ്മുടെ മനസ്സിന്റെ വാതിലുകളാണ്. യേശു പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മൾ എത്രത്തോളം ശ്രദ്ധയും സമയവും നൽകുന്നുവോ അത്രത്തോളം മാത്രമേ വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. 10% ശ്രദ്ധ കൊടുത്തിട്ട് 100% വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായും ശരിയല്ല. നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയുടെ അളവാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിഫലമായി മാറുന്നത്. വചനം പറയുന്നു, ദൈവിക സത്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുമ്പോൾ കേൾക്കുന്നവർക്ക് ഏറിയും കിട്ടും. നമ്മുടെ കഴിവുകളും ജ്ഞാനവും ഇരട്ടിയായി ദൈവം വർദ്ധിപ്പിച്ചു തരും. ഈ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്ന്, നാം എന്താണ് കേൾക്കുന്നത് എന്നത് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ള പാത നിർണ്ണയിക്കുന്നു. യേശു ആദ്യം പറയുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്ന് നാം അനേക ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളും സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ, ലോകത്തിൻ്റെ ചിന്താഗതികൾ, ഇവയെല്ലാം നല്ലതായിരിക്കണമെന്നില്ല. നാം നിരന്തരം കേൾക്കുന്നത് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നു. ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി ദൈവവചനത്തിന് മുൻഗണന നൽകണം. ലോകത്തിന്റെ ശബ്ദത്തെക്കാൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അടുത്തത് എന്താ? കേൾക്കുന്നത് മാത്രം പോരാ, അനുസരിക്കുകയും കൂടെ വേണം. പലർക്കും ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്, പ്രസംഗങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്, ബൈബിൾ വായിക്കാൻ ഇഷ്ടമാണ്, ധ്യാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. കാരണം കേൾക്കുന്നത് മാത്രം പോരാ. യേശു പറയുന്നത് കേട്ട വചനം പ്രാവർത്തികമാക്കണമെന്നാണ്. ഒരു വിദ്യാർത്ഥി പാഠം കേട്ടിട്ട് പഠിക്കാതിരുന്നാൽ പരീക്ഷയിൽ വിജയിക്കില്ല. അതുപോലെ ദൈവവചനം ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അടുത്തത് എന്താ? നമ്മൾ ആദ്യം കേട്ട, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇതാണ് ഈ വചനത്തിന്റെ കേന്ദ്ര സന്ദേശം.
ദൈവവചനത്തെ നാം എത്ര ഗൗരവത്തോടെ സ്വീകരിക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹം നമുക്ക് ലഭിക്കും. നാം ദൈവത്തിന് സമയം നൽകുന്നുവെങ്കിൽ ദൈവം നമ്മെ ആത്മീയമായി വളർത്തും. നാം വിശ്വാസത്തിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. നാം സ്നേഹം വിതയ്ക്കുന്നുവെങ്കിൽ സ്നേഹം കൊയ്യും. നാം കരുണ കാണിക്കുന്നുവെങ്കിൽ കരുണ അനുഭവിക്കും. ജീവിതത്തിലെ പല മേഖലകളിൽ ഈ തത്വം പ്രവർത്തിക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾക്ക് അധികമായും ലഭിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൂടുതൽ വെളിപ്പെടുത്തും. ജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കുന്നു. സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ സത്യം ലഭിക്കുന്നു. ആത്മീയ വളർച്ച യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അതിന് ആഗ്രഹവും പരിശ്രമവും വേണം. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. അടുത്തതായി, നമ്മുടെ ജീവിതം ഒരു ആത്മീയ നിക്ഷേപമാണ്. ഓരോ ദിവസവും നാം എന്തെങ്കിലും വിതയ്ക്കുകയാണ്. നല്ല ചിന്തകൾ അല്ലെങ്കിൽ മോശം ചിന്തകൾ, വിശ്വാസം അല്ലെങ്കിൽ ഭയം, സ്നേഹം അല്ലെങ്കിൽ വിദ്വേഷം, പ്രത്യാശ അല്ലെങ്കിൽ നിരാശ, നാം വിതയ്ക്കുന്നതാണ് പിന്നീട് കൊയ്യുന്നത്. അതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സത്യങ്ങളിൽ നിക്ഷേപിക്കണം. അവന്റെ വചനങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അളവുകൾ തന്നെ മാറും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ചെവികൾക്കും ചിന്തകൾക്കും ശക്തമായൊരു കാവൽ ഏർപ്പെടുത്തുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ദൈവവചനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുക. ഈ വചനം നമ്മെ വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുകയാണ്. നാം എന്താണ് കേൾക്കുന്നത് എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ കേൾക്കുന്നത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് അതിലും പ്രധാനമാണ്. ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ ആത്മീയമായി തീർച്ചയായും വളരും. വിശ്വസ്തയോടെ ജീവിക്കുന്നവർ കൂടുതൽ അനുഗ്രഹങ്ങൾ നിശ്ചയമായും പ്രാപിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർ കൂടുതൽ ജ്ഞാനവും ശക്തിയും അനുഭവിക്കും, സമാധാനം അനുഭവിക്കും. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തിന്റെ ശബ്ദമാണോ കേൾക്കുന്നത്, അതോ ലോകത്തിന്റെ ശബ്ദമാണോ? ഞാൻ കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമുക്ക് ദൈവവചനത്തെ വിലമതിക്കുന്നവർ ആകാം, അതുപോലെ അതിനെ അനുസരിക്കുന്നവരും ആകാം. അപ്പോൾ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്യും. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗ്ഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മക്കളെയും ഈ നിമിഷത്തിൽ നിന്റെ തൃപാദത്തിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങൾ വചനം കേട്ടുവല്ലോ കർത്താവേ, ഞങ്ങളെ അത് ഗ്രഹിക്കുവാനുള്ള കഴിവ്, അറിവ് അടിയങ്ങൾക്ക് നൽകണമേ കർത്താവേ. നിന്റെ വചനം പ്രമാണിച്ച് ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്കിലും പലപ്പോഴും മറ്റു പല ചിന്തകളിലും മറ്റു പലരും പറയുന്നത് കേട്ട് ഞങ്ങൾ ചഞ്ചലപ്പെടാറുണ്ട്. കർത്താവെ, നിന്നിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ എന്താണ് ഞങ്ങൾ കേൾക്കുന്നതെന്ന് ഗ്രഹിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കർത്താവെ. നിന്നെ ആശ്രയിച്ച് മാത്രം ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകി കർത്താവെ. പലപ്പോഴും ഞങ്ങൾ നിന്നെ മറന്നുപോയി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിച്ചു. അതുകൊണ്ട് പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കർത്താവെ, ഇനിയുള്ള ജീവിതം നിന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം കേൾക്കുന്ന മക്കൾ അവരായിരിക്കുന്ന മേഖല എല്ലാം അങ്ങയുടെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ നിന്റെ മേഖലയായിട്ട് മാറ്റണമേ. അവർക്ക് അനുകൂലമാകുന്ന അവസ്ഥ നീ കൊടുക്കണമേ. ശാരീരിക മാനസിക അവസ്ഥകളെല്ലാം നിന്റെ തൃപാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ വചനം കേട്ട് നീ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ ശിഷ്ട ജീവിതത്തെ ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ കൃപ അതുമാത്രം മതി കർത്താവ്. നിന്റെ മക്കൾ കടന്നു പോകുന്ന മേഖലകളിൽ നിനക്കറിയാമല്ലോ കർത്താവേ. എത്ര വലിയ വേദനകളാണെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളിലാണെങ്കിലും, എത്ര വലിയ സങ്കടങ്ങളിലാണെങ്കിലും, എത്ര വലിയ ദുരിതത്തിലാണെങ്കിലും കർത്താവ്, ഈ നിമിഷം അവരെ നീ ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, വഴികളെ കാണിച്ചു കൊടുക്കണമേ, പ്രതിസന്ധികളെ മാറ്റണമേ കർത്താവേ. നിന്റെ കൃപ നിന്റെ മക്കളിൽ നിറയ്ക്കണമേ. ഞങ്ങൾക്കറിയാം കർത്താവേ, ഞങ്ങൾ അളക്കുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടും. അടിയങ്ങളോട് പുറക്കണമേ കർത്താവേ. എൻ്റെ നാഥ, പലപ്പോഴും ഞങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അടിയങ്ങളോട് ക്ഷമിക്കണമേ പിതാവേ. കുറ്റങ്ങളും കുറവുകളും ഏറെയാണ് നാഥ.
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും കർത്താവെ നിന്നിൽ നിന്ന് മാറിപ്പോകാറുണ്ട്, പല കാര്യങ്ങൾക്കും നിന്നിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. കർത്താവെ, ജനീക മോഹങ്ങൾക്ക് അധീനരായി ജീവിച്ചിട്ടുണ്ട്. അടികളോട് ക്ഷമിക്കണമേ, അടികളോട് പൊറുക്കണമേ. നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ കർത്താവെ നിന്റെ ചെറുകന്മാരിൽ സൃഷ്ടി ജീവിതം കഴിച്ചു കൂട്ടുവാൻ നിന്റെ അനുഗ്രഹങ്ങൾ അധികമായി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. പൂർണ്ണമായി അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെയും അങ്ങയുടെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. വചനം കേൾക്കുന്ന നിന്റെ മക്കളെ വെറും കയ്യോടെ വിടരുതേ കർത്താവെ. അഭിഷേകം ചെയ്യണമേ, നീ നിറയ്ക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ അവർക്ക് സമൃദ്ധമായി നൽകണമേ. നിന്റെ ചെറിയന്മറയിൽ അവർ മറയ്ക്കണമേ. പിശാച് നോക്കുവാൻ പോലും അനുവദിക്കരുതേ. നിന്റെ തൃപ്പാദത്തിൽ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ. എത്ര വലിയ ആഗ്രഹങ്ങളായാലും എത്ര വലിയ പ്രതിസന്ധികളായാലും കർത്താവെ, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നീ അവരോട് കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണമേ, അവരെ നിറയ്ക്കണമേ കർത്താവെ. ദീർഘായുസോടുകൂടെ ജീവിപ്പാൻ തക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിപ്പാൻ തക്കണം നിന്റെ മക്കളെ ഇപ്പോൾ തന്നെ നീ അഭിഷേകം ചെയ്യണമേ. പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.